കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ, നമ്മൾ ഇന്നലെ 8 പേര് മാർ ജോസഫ് പാമ്പളാനി പിതാവുമായി കാണുവാനിടയായി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഏതാണ്ട് 1:45 മണി വരെ പിതാവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പിതാവിനോട് പറഞ്ഞു, ഞങ്ങളൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്, അതിന് ഉരുത്തിരിയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് പിതാവിനോട് പറയുകയും ചെയ്തു. അതനുസരിച്ചിട്ട് ഇന്നലെ 3 മണിക്ക് നമ്മൾ ആ മീറ്റിംഗ് കൂടി. വളരെയധികം ആളുകൾ അതിന് സംബന്ധിക്കുകയും ചെയ്തു. അത് ഏതാണ്ട് കൊരട്ടി തൊട്ട് ഇങ്ങോട്ട് നല്ല ഒരു ചേർത്തല വരെയും അതുപോലെ തന്നെ വൈക്കം ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് വളരെയധികം ആളുകൾ അതിനകത്ത് സംബന്ധിച്ചു. അതിൽ 1-2 കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്, ഇന്നലെ പാമ്പ്ളാനി പിതാവിനെ കണ്ട ആ ഒരു കാര്യം നമ്മൾ ദൈവജനത്തിനെ അറിയിക്കണം, വിശദമായിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞു. അതിന് നമ്മൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ കൂടി വേണം അറിയിക്കുവാൻ. അതനുസരിച്ചിട്ട് നമ്മൾ ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ആ പത്രസമ്മേളനം നടക്കുകയുണ്ടായി. അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇന്ന് പത്രസമ്മേളനത്തിന് ശേഷം നമ്മൾ അരമനയിൽ വന്നു. അപ്പൊ ഇന്നലെ തീരുമാനിച്ച കാര്യത്തിൽ ഒരു കാര്യമുള്ളത്, ശനിയാഴ്ച 15-ാം തീയതി ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങുവാനുമായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിതാവുമായിട്ട് നമ്മളുടെ അതിരൂപത ആസ്ഥാനമായ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വെച്ച് കാണുവാനിടയായി. പിതാവുമായിട്ട് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റി. അപ്പോൾ പിതാവിനോട് ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. പിതാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിശദമായി ഒരു അപ്പോയിൻമെന്റ് തരാം, നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ. അപ്പൊ അതനുസരിച്ചിട്ട് പിതാവ് അപ്പോയിൻമെന്റ് തരും. അപ്പോൾ മൗണ്ടിലോ അല്ലെങ്കിൽ അരമനയിലോ, നമ്മുടെ അരമന ആസ്ഥാനത്ത് വെച്ചോ എവിടെയാന്ന് വെച്ചാൽ പിതാവ് തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മോട്. അതനുസരിച്ചിട്ട് നമ്മൾ പിതാവുമായിട്ടുള്ള ധാരണപ്പുറത്ത് നടത്തുവാനിരുന്ന ഒരു സമര പരിപാടി തൽക്കാലം വേണ്ട എന്ന് വെക്കുകയാണ്. നമ്മുടെ സഭയിലെ തലവനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നാളെ നടത്താനിരുന്ന സമര പരിപാടി തൽക്കാലം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അതിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ എല്ലാവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം പിന്നീട് തീരുമാനിക്കാം. ഏതായാലും താനിരുന്ന സമര കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും അതിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് സാദരം ക്ഷമ ചോദിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതാണ്. എന്നാൽ നമ്മളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് പിതാവുമായിട്ടുള്ള വിശദമായ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് ആണ് നമ്മളിപ്പോൾ തൽക്കാലം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമരപരിപാടി തൽക്കാലം നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ കുര്യാക്കോസ് പഴയമഠം.